ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അൽഫിന അനസ്തറ്റിക് ലൈഫ് സ്റ്റൈൽ. അപ്പോൾ PNC MAK പ്രൈവറ്റ് മാനേജ്മെൻറ്റ് അസോസിയേഷൻ വഴിയുള്ള BSc നഴ്സിങ്ങിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന ഫസ്റ്റ് പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ റാങ്ക് ബേസ് ചെയ്തിട്ട് എന്തൊക്കെയാണ് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത്, ഇനി എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയിട്ടുള്ളൊരു കംപ്ലീറ്റ് വീഡിയോയാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കാം കേട്ടോ. ഫസ്റ്റ് നിങ്ങൾ ഗൂഗിളിൽ കയറിയതിന് ശേഷം PNC MAK എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെബ്സൈറ്റ് ഓപ്പണായി വരുന്നതായിരിക്കും. അതിനകത്ത് തന്നെ പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് 2026-27. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും ഓപ്പണായി വരുന്നത്. അവിടെ താഴെ പ്രീവിയസിൻ്റെ അവിടെ 1 to 344 വരെ നിങ്ങൾക്ക് പേജസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് നിങ്ങളുടെ പേരെടുത്ത് നോക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അതിന് പകരമായിട്ട് മുകളിലായിട്ട് ആപ്ലിക്കേഷൻ നമ്പർ എന്ന് കൊടുത്തിട്ടുണ്ട്. ആപ്ലിക്കേഷൻ നമ്പറിൻ്റെ അവിടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ റാങ്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ ഇൻഡെക്സ് മാർക്കും റാങ്കും ഒന്ന് കമൻറ്റ് സെക്ഷനിൽ പറയാം കേട്ടോ. ഇതിനകത്ത് നിങ്ങൾക്ക് റാങ്ക്, ആപ്ലിക്കേഷൻ നമ്പർ, പേര്, നിങ്ങൾ HSC ആണോ CBSE ആണോ ICSE ആണോ ആ ഒരു കാര്യം എക്സാമിൻ്റെ അത് കൊടുത്തിട്ടുണ്ടാവും. പിന്നെ നിങ്ങളുടെ ടോട്ടൽ ഇൻഡെക്സ് മാർക്ക്, ടോട്ടൽ നമുക്ക് 460 ഇൻഡെക്സ് മാർക്ക് വരുന്നത്. ഇൻഡെക്സ് മാർക്കൊക്കെ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്നതൊക്കെ നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷ് ഇത്രയും സബ്ജക്റ്റിൻ്റെ മാർക്ക് വെച്ചിട്ടാണ് 460 ടോട്ടൽ വരുന്നത്. നിങ്ങൾക്ക് 344 പേജസോളം തന്നെ ഇതിനകത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അതായത് 13,000 സ്റ്റുഡൻസ് PNC MAKയിൽ ഈ വർഷം അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് അടുത്ത വരുന്നൊരു ഡൗട്ട്, ഈ റാങ്ക് വന്നിട്ടുള്ള എല്ലാ കുട്ടികൾക്കും അഡ്മിഷൻ കിട്ടുമോ എന്നുള്ളതായിരിക്കും. ഈ റാങ്ക് വന്നിട്ടുള്ള എല്ലാ കുട്ടികൾക്കും അഡ്മിഷൻ കിട്ടില്ല. ഇത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ അക്സെപ്റ്റ് ആയത് കൊണ്ട് മാത്രം വന്നിട്ടുള്ള പ്രൊവിഷണൽ റാങ്കാണ്. ഇനി അടുത്ത ഒരു മെയിൻ റാങ്ക് ലിസ്റ്റ് വരും. ആ സമയത്ത് മേ ബി നിങ്ങളുടെ ഈ ഒരു റാങ്കിന് ചിലപ്പോൾ ചേഞ്ചസും വരും. അപ്പോൾ നിങ്ങൾക്ക് ചേഞ്ചസ് ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതും ആ സമയത്ത് പറയാം. അപ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തെങ്കിലും പുതിയ അപ്ഡേറ്റ് വരുന്നുണ്ടോ എന്നതൊക്കെ നമ്മൾ ആ സമയത്ത് നിങ്ങളെ വീഡിയോയിലൂടെ അറിയിക്കുന്നതായിരിക്കും കേട്ടോ. ഇപ്പോൾ പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഇപ്പോൾ നിങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഈ റാങ്ക് എത്രയാണെന്ന് മനസ്സിലാക്കി വെക്കുക. അതോടൊപ്പം കമൻറ്റ് സെക്ഷനിൽ ഒന്ന് പറയുകയും കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി എന്താണ് നിങ്ങളുടെ അടുത്ത ഡൗട്ട്? എനിക്ക് കിട്ടുമോ? ഇതായിരിക്കും എല്ലാവരുടെ മനസ്സിലും വരുന്ന ഡൗട്ട്. അപ്പോൾ നമുക്ക് ഉറപ്പിച്ചൊരു കാര്യം പറയാൻ പറ്റില്ല. എന്നിരുന്നാലും പ്രഡിക്ഷനായിട്ട് ഞാനൊരു കാര്യം പറയാം. 2024 416 മാർക്ക് കിട്ടിയ കുട്ടികൾക്ക് വരെ ലഭിച്ചിട്ടുണ്ട്. എന്നാൽ 2025 ആയപ്പോഴേക്കും 411 മാർക്കോളമുള്ള കുട്ടികൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ ചേഞ്ച് എന്തുകൊണ്ടാണ് എന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ PNC MAKയിലോ AMC FNCK SPMA CPAS അതുപോലെ LBS നമുക്ക് ഇത്രയും സൈറ്റുകളായിട്ട് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുകയൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു സീറ്റ് വേക്കൻസി വരികയും ഫുൾ സീറ്റും ഫില്ലാകുന്നത് വരെ അലോട്ട്മെൻറ്റ് നടക്കുകയും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ അടുത്ത ഡൗട്ട് എന്ന് പറയുന്നത് PNC MAKയിൽ കഴിഞ്ഞ വർഷം എത്ര അലോട്ട്മെൻറ്റുകൾ ഉണ്ടായിരുന്നു എന്നതായിരിക്കും. കഴിഞ്ഞ വർഷം ടോട്ടൽ 6 അലോട്ട്മെൻറ്റ് ഉണ്ടായിരുന്നു. ഇനി അത് എങ്ങനെയൊക്കെ ആയിരുന്നു എന്നതായിരിക്കും അടുത്ത ഡൗട്ട്. ഫസ്റ്റ് 3 അലോട്ട്മെൻറ്റ് വന്നതിന് ശേഷം പിന്നെ ഒരു 3 അലോട്ട്മെൻറ്റ്, അത് ഓരോ സമയത്തും പുതിയ ഓപ്ഷൻസ് വെച്ചുകൊണ്ടായിരുന്നു എന്ത് വന്നിട്ടുണ്ടായിരുന്നത്, അലോട്ട്മെൻറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. അത് ഈ വർഷം എങ്ങനെയായിരിക്കും എന്നതെല്ലാം തന്നെ മുന്നോട്ട് അപ്ഡേറ്റ് വരുന്നതനുസരിച്ച് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും കേട്ടോ. ഇനി PNC MAKയിൽ സെപ്റ്റംബർ 1 ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരും എന്നുള്ള നോട്ടിഫിക്കേഷൻ വന്നത് ബേസ് ചെയ്ത് ഒരുപാട് കുട്ടികൾ ചോദിച്ച അടുത്ത ഒരു ഡൗട്ടാണ്. ഇപ്പോൾ PNC MAKയിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? അവർ പറയുന്ന ഒരു ഡേറ്റിൽ നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റും ഫസ്റ്റ് ഇയറിലെ ഫീയുമായിട്ട് കോളേജിൽ ഡയറക്റ്റ് ചെന്ന് അഡ്മിഷൻ എടുക്കണം. അങ്ങനെയായിരുന്നു കഴിഞ്ഞ വർഷത്തെ അപ്ഡേറ്റ്. ഈ വർഷം ആ അപ്ഡേറ്റിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. നിങ്ങളുടെ ഡൗട്ട് എന്താണ്? നമ്മൾ ആദ്യമേ PNC MAKയിൽ പോയി അഡ്മിഷനൊക്കെ എടുത്ത് പൈസയൊക്കെ കൊടുത്തിട്ട് നിൽക്കുന്ന സമയത്ത് LBSൽ നമുക്ക് ഇനി അടുത്ത അലോട്ട്മെൻറ്റ് കിട്ടുമ്പോൾ അവിടെ നിന്നും മാറാൻ സാധിക്കുമോ? ഇതിന് ഫസ്റ്റ് ഞങ്ങളോട് പറയുന്ന കാര്യം, നിങ്ങൾ PNC MAKയിലെ ഏത് കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ പോയി കഴിഞ്ഞാലും ഫസ്റ്റ് അവിടുത്തെ പ്രിൻസിപ്പളുമായിട്ട് സംസാരിക്കുക. ഇതുപോലെ LBSന് വെയിറ്റ് ചെയ്യുന്നുണ്ട്, LBSന് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് മാറണം എന്നുള്ള കാര്യം അവിടെ അറിയിക്കുക. അവിടെ നിന്നും NOC സർട്ടിഫിക്കറ്റ് അവർ തന്നാൽ മാത്രമേ
മാത്രമേ നിങ്ങൾക്ക് അവിടെ നിന്നും LBSലോട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റൂ. ഇനി അവർ പറയുകയാണ് നിങ്ങൾക്ക് ഫീസ് തിരികെ തരില്ല, സർട്ടിഫിക്കറ്റ് തിരികെ തരില്ല, NOC സർട്ടിഫിക്കറ്റ് തരില്ല എന്നാണ് അവരുടെ പോളിസി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കോളേജിൽ നിന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, അവിടെ നിന്ന് മാറി LBSലോട്ട് വരാൻ പറ്റില്ല. പക്ഷേ ഗവൺമെൻറ്റിലാണ് LBSൽ കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ മിക്ക കോളേജസുകാരും കൊടുക്കാറുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ ആദ്യം കൂട്ടി തന്നെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. കഴിഞ്ഞ ഇയർ എന്ന് പറയുമ്പം LBSലെ അലോട്ട്മെൻറ്റിന് ശേഷമായിരുന്നു PNC MAKലെ അലോട്ട്മെൻറ്റുകൾ വന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്രാവശ്യം PNC MAKയുടേതാണ് ഫസ്റ്റ് വരുമെന്ന് പറയുന്നത്. ഈ ഡേറ്റിന് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ അതും നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും കേട്ടോ. സ്റ്റുഡൻസിനോട് പറയേണ്ടത് കാര്യം എന്ന് പറയുന്നത് PNC MAKലായാലും AMCS FNCKലായാലും LBSലായാലും നിങ്ങൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് ഇയറിലേക്ക് കൊടുക്കാനുള്ള ഒരു 1 lakh rupees എങ്ങനെ പോയാലും അറേഞ്ച് ചെയ്ത് വെക്കുക, ടോക്കൺ ഫീ അറേഞ്ച് ചെയ്ത് വെക്കുക. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഇതിനു വേണ്ടി ഒരു ടൈം കൂട്ടിത്തരികയൊന്നും ചെയ്യില്ല. നിങ്ങളുടെ സീറ്റ് ക്യാൻസലായി പോവുകയും പിന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ തന്നെ റിജക്റ്റ് ആയി പോവുകയും ചെയ്യുന്നതായിരിക്കും. ഇനി അടുത്ത ഒരു ഡൗട്ടും കൂടി ക്ലിയർ ചെയ്ത് തരാം. PNC MAKൽ നിങ്ങൾക്ക് ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഒരു കോളേജ് കിട്ടിയെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ നിങ്ങൾ പറയുന്ന ഡേറ്റിൽ അവിടെ പോയി ഒറിജിനൽ സർട്ടിഫിക്കറ്റും പൈസയും കൊടുത്ത് നിങ്ങൾ അഡ്മിഷൻ എടുക്കണം. അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ PNC MAKന്ന് ആപ്ലിക്കേഷൻ റിജക്റ്റ് ആയി കഴിഞ്ഞു, നിങ്ങൾക്ക് പിന്നീട് സെക്കൻഡോ തേർഡ് അലോട്ട്മെൻറ്റോ ഒന്നും തന്നെ വരില്ല. അങ്ങനെയാണ് PNC MAKയുടെ കഴിഞ്ഞ വർഷത്തെ അപ്ഡേറ്റിൻ്റെ രീതി എന്ന് പറയുന്നത്. ഈ വർഷം എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ നിങ്ങളോട് പറഞ്ഞു തരാം കേട്ടോ. LBSും AMCS FNCK എന്ന് പറയുമ്പോൾ 3 അലോട്ട്മെൻറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ കോളേജിൽ പോയാൽ മതി. എന്നാൽ PNC MAKൽ അങ്ങനെയല്ല. ഇനിയിപ്പോൾ PNC MAKൽ നമുക്ക് കോളേജ് കിട്ടി, നമുക്കത് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ടോക്കൺ ഫീസ് അടയ്ക്കുക. ടോക്കൺ ഫീസ് അടച്ചതിന് ശേഷം അടുത്ത അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. അങ്ങനെ ഒരു പ്രോസസ്സ് ഇല്ല. മനസ്സിലായോ ഞാൻ പറയുന്നത്? കഴിഞ്ഞ വർഷം PNC MAKൽ അങ്ങനെ ഒരു പ്രോസസ്സില്ല. നമുക്ക് LBSൽ അറിയാമല്ലോ, LBSൽ നമുക്കൊരു കോളേജ് കിട്ടി, നമ്മൾ എന്ത് ചെയ്യും, ടോക്കൺ ഫീ അടയ്ക്കും. എന്നിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മൾ അടുത്ത കോളേജിന് വെയിറ്റ് ചെയ്യും. അങ്ങനെയാണ് ചെയ്യുന്നത് അടുത്ത കോളേജ് കിട്ടാൻ. പക്ഷേ PNC MAKൽ നമുക്കൊരു കോളേജ് കിട്ടിയാൽ നിർബന്ധമായും നമ്മൾ അവിടെ പോയി എന്ത് ചെയ്യണം, അഡ്മിഷൻ എടുക്കണം എന്നത് കഴിഞ്ഞ വർഷം നിർബന്ധമായിരുന്നു. ഈ വർഷം ആ അപ്ഡേറ്റ് ചേഞ്ച് വരുവാണെങ്കിൽ നിങ്ങൾ അറിയിക്കാം കേട്ടോ. സ്ക്രീനിൽ ഞാൻ ഓരോ പേജസും മാറ്റുന്നതിൻ്റെ സ്ക്രീൻ റെക്കോർഡിംഗ് ആണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കിക്കേ, ലാസ്റ്റ് പേജ് 344 പേജാണ്. അത് മുന്നോട്ട് പോകുമ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ PNC MAKയുടെയും AMCS FNCKയുടെ ഒക്കെ ഫീ സ്ട്രക്ചർ ചോദിച്ച സ്റ്റുഡൻസിന് നമുക്കതൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം. അതുപോലെ തന്നെ LBSൻ്റെ പ്രഡിക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ നിർബന്ധമായും അത് പോയി കാണണം. കാരണം മാക്സിമം നിങ്ങളുടെ മാർക്ക് അനുസരിച്ച് കേരളത്തിൽ കിട്ടാനുള്ള ചാൻസ് ഉണ്ടോ എന്നുള്ളത് വിശദമായിട്ട് അതിനകത്ത് പറയുന്നുണ്ട്. കുറച്ച് ലോങ് വീഡിയോ ആണെങ്കിലും അത് നിങ്ങൾ മുഴുവനായിട്ട് കാണാം. ഓക്കെ, അപ്പോൾ ഇനി ഇതിനകത്ത് 252 സംതിങ് ഉള്ള മാർക്കാണ് ലാസ്റ്റ് റാങ്ക് ആയിട്ട് വന്നിരിക്കുന്നത്. ലാസ്റ്റ് റാങ്കുള്ള കുട്ടിക്ക് 460 കിട്ടിയ ഇൻഡെക്സ് മാർക്കാണ് ഞാൻ പറയുന്നത് 252. ഓക്കെ, 13,000 സംതിങ് ആണ് ആ കുട്ടിയുടെ റാങ്ക് എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണാൻ വേണ്ടി സാധിക്കും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് സ്വന്തമായും ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് കേട്ടോ. നിങ്ങളുടെ ഡൗട്ടാണ് പലരും വന്ന് ചോദിക്കുന്നത്, SC കാറ്റഗറിയാണ്, ST കാറ്റഗറിയാണ്, അപ്പോൾ ആ റിസർവേഷൻ ബേസിസിൽ PNC MAKയിൽ കിട്ടുമോ എന്നുള്ളതാണ്. PNC MAKയിൽ ഒരു രീതിയിലുള്ള റിസർവേഷനും ഇല്ല. ഹിന്ദു എന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യൻ എന്നോ മൈനോറിറ്റി എന്നോ SC എന്നോ ST എന്നോ ഒരു റിസർവേഷൻ ബേസിസിലും ഇല്ലാതെ നിങ്ങളുടെ മാർക്ക് വെച്ച് മാത്രമാണ് ഇവിടെ റാങ്ക് ലിസ്റ്റ് ഇട്ടിരിക്കുന്നത്. അത് വെച്ചിട്ട് മാത്രമായിരിക്കും നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുന്നുമുണ്ടാവുക. ഇതിൽ ഏറ്റവും മാർക്ക് കുറവും കിട്ടാൻ ചാൻസ് ഇല്ല എന്ന് ഇത്രയും കാര്യങ്ങളെല്ലാം വീഡിയോയ്ക്ക് കണ്ട് മനസ്സിലാക്കി ഏതെങ്കിലും സ്റ്റുഡൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാനേജ്മെൻറ്റ് സീറ്റ് കേരള, തമിഴ്നാട്, കർണാടക, മൈസൂർ, ബാംഗ്ലൂർ എന്നീ സ്ഥലങ്ങളിൽ മാനേജ്മെൻറ്റ് സീറ്റ് എടുക്കാൻ താല്പര്യമുള്ള കുട്ടികളെല്ലാവരും തന്നെ ഞാൻ എൻ്റെ ചാനലിൻ്റെ ബയോയിൽ ഇൻസ്റ്റാ ലിങ്കിൻ്റെ കൂടെ തന്നെ ഒരു ലിങ്കും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇന്ന് തന്നെ വാട്സപ്പ് ലിങ്കാണ്. നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്തിട്ട് എൻ്റെ പേഴ്സണൽ നമ്പർ അതിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. പേഴ്സണലി എനിക്ക് മെസ്സേജ് അയക്കാം. മെസ്സേജ് അയക്കുന്ന സമയത്ത് നിങ്ങളുടെ പേര്, ഏജ്, ഇൻഡെക്സ് മാർക്ക്, മാർക്ക് ലിസ്റ്റ് ഇത്രയും ഡീറ്റെയിൽസ് അയച്ചു കൊണ്ടിട്ട് നിങ്ങൾക്ക് എങ്ങോട്ടാണ് മാനേജ്മെൻറ്റ് സീറ്റ് എടുക്കാൻ താല്പര്യം എന്ന കാര്യങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കി എൻക്വയറിയും കാര്യങ്ങളും അതിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതായിരിക്കും. ഇത് ഡൗട്ട് ക്ലിയറിംഗ് സെഷൻ അല്ല വാട്സപ്പ്. ഞാൻ ഇപ്പോഴും പറയുന്നു, ഒൺലി മെസ്സേജസ് കോൾ ചെയ്യരുത് നിങ്ങളാരും. കംപ്ലീറ്റ്ലി മാനേജ്മെൻറ്റ് സീറ്റ് അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ഓക്കെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.